കൂത്തുപറമ്പിൽ ഇക്കുറി ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ് LDF-ന്. RJD-യിൽ നിന്നുള്ള PK പ്രവീൺ നിയമസഭയിലേക്ക് ആദ്യമായിട്ടാണല്ലേ മത്സരം? ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? എങ്ങനെയാണ് പ്രതീക്ഷകൾക്ക് ഒരു കോട്ടവുമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസനവും ക്ഷേമവും ഈ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളിലും എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ സഖാവ് KK ശൈലജ ടീച്ചറും KP മോഹനേട്ടനും നടപ്പിലാക്കിയ വികസനത്തിൻ്റെ കുതിപ്പ് എല്ലാ മേഖലയിലും എത്തിയിട്ടുണ്ട്. ആ കുതിപ്പിനെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇടതു കോട്ടയാണ്. അപ്പോൾ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണോ സംശയം? ഭൂരിപക്ഷം ഞാൻ ആരെയും താഴ്ത്തി കിട്ടുന്നില്ല. എല്ലാവരും സ്ഥാനാർത്ഥികളാണ്. പക്ഷേ ഭൂരിപക്ഷം എത്ര കിട്ടുമോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ എൻ്റെ കൂടെ എനിക്കൊരു വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നിലുണ്ട്. അതനുസരിച്ച് അവരുടെ പ്രവർത്തന ഭാഗമായിട്ട് ഭൂരിപക്ഷം കൂട്ടാൻ അവർക്ക് സാധിക്കും. എന്താണ് പ്രധാനമായിട്ടുള്ള ചർച്ചയാക്കുക ഈ മണ്ഡലത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ? മണ്ഡലത്തിൽ പ്രധാനമായിട്ടും ഇപ്പം വികസന കാര്യങ്ങളുണ്ട്. അതേപോലെ താലൂക്ക് ആസ്പത്രി, ഏകദേശം താലൂക്ക് ആസ്പത്രീൻ്റെ പുതിയ പദ്ധതികളിലായി കിഫ്ബിയുടെ പടം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബിൽഡിങ്ങിൽ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു നല്ലൊരു വലിയൊരു ബിൽഡിംഗ് ആക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട് പ്രധാനമായിട്ടും. അതേപോലെ റോഡുകളെ വികസനം ഉണ്ടെങ്കിൽ ആ വികസനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പോകാം. എല്ലാ വികസനത്തിനും നിലവിലുള്ള MLA തുടക്കം കുറിച്ചിട്ടുമുണ്ട്. KP മോഹനൻ ബന്ധു കൂടിയാണ്. അപ്പോൾ അദ്ദേഹം തരുന്ന ചില ടിപ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ മത്സരത്തിൽ? ആ ടിപ്സ് മുഴുവനായും പുറത്തു പറഞ്ഞാൽ അതുകൊണ്ട് ടിപ്സ് ഉണ്ട്. എല്ലാവരുമായിട്ട് ബന്ധപ്പെടണം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായും ജാതി മതത്തിന് അതീതമായിട്ടുള്ള കുറേയധികം ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകാൻ എന്നാണ് ഉദ്ദേശം. UDF-ന് അത്ര മോശമില്ലാത്ത സ്വാധീനമുള്ളൊരു സ്ഥലം കൂടിയാണ്. ലീഗിൽ നിന്നാണ് സ്ഥാനാർത്ഥി. അപ്പം എങ്ങനെയാണ് എതിർ സ്ഥാനാർത്ഥികളെ കാണുന്നത്? മത്സരം ടൈറ്റായിരിക്കും? മത്സരം ടൈറ്റായിരിക്കും. മത്സരം ഒരിക്കലും ഞാൻ എളുപ്പമാണെന്ന് കരുതുന്നില്ല. ഒരു സ്ഥാനാർത്ഥിയും താഴ്ത്തി കെട്ടുന്നില്ല. ഏത് സ്ഥാനാർത്ഥി വന്നാലും അതനുസരിച്ച് അവരുടെ മുന്നണിക്കുള്ള പ്രസക്തി ഉണ്ടാവുമല്ലോ. അതനുസരിച്ച് അവർ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുതന്നെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങൾ ചോദിച്ചു. വീണ്ടും ഒരു മന്ത്രിസഭ LDF-ൻ്റെ മന്ത്രിസഭ ഉണ്ടാകുമെന്നുള്ളതാണോ പ്രതീക്ഷ പിണറായി വിജയൻ്റെ നേതൃത്വം? 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വികസനങ്ങളും ക്ഷേമകാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭ ഈ സംസ്ഥാനത്ത് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്ങനെയാണ് പ്രചാരണങ്ങളൊക്കെ? നല്ല ചൂടുണ്ട്. കുറച്ച് ദിവസമേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് ദിവസമുണ്ട് ഉള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമില്ലേ. കാരണം ഒന്നാമത് നമ്മുടെ നേതാക്കന്മാർ, ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാർ, സഖാക്കളും നമ്മളിങ്ങനെ ഒഴുക്കി കൊണ്ടുപോവുകയാണ്. അത് എത്ര ഇത് വന്നാലും പ്രവർത്തന രംഗത്തേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് പോകുന്നത്. പലതവണ മത്സരിച്ചവർക്ക് ഈ ദിവസം കുറവ് എന്നുള്ളതൊരു പ്രശ്നമാകില്ല. പക്ഷേ ഈ പുതുമുഖങ്ങളായവർക്ക് അതൊരു പ്രതിസന്ധിയായി മാറുന്നുണ്ട്. പുതുമുഖങ്ങളെ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഒന്നാമത് ഞാൻ യുവജനതയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. രാഷ്ട്രീയ ജനതയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ മുമ്പേ പഞ്ചായത്ത് തലത്തിൽ 2 തവണ മെമ്പറായിരുന്നു, മുനിസിപ്പാലിറ്റി മെമ്പറായിരുന്നു. ആ ബന്ധങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതിൽ അടുത്ത ദിവസം തന്നെ ഈ റോഡ് ഷോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് മറ്റ് നേതാക്കളും മുതിർന്ന നേതാക്കൾ CPM-ൻ്റെ ഒക്കെ നേതാക്കൾ അങ്ങനെയുള്ളവരൊക്കെ എപ്പോഴാണ് എത്തുക? നേതാക്കന്മാരുടെ എങ്ങനെയാണ് എത്തുക എന്നുള്ള ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല. പക്ഷേ റോഡ് ഷോ അന്ന് തന്നെ തുടക്കമായിരുന്നു. കൺവെൻഷൻ റോഡിൽ വലിയൊരു റോഡ് ഷോ പാനൂർ ടൗണിൽ തന്നെ നടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം 25ഓളം ബൂത്ത് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 25 ബൂത്ത് ലോക്കൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 9 എണ്ണം കഴിഞ്ഞ് ബാക്കിയുള്ളത് ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങിയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇവിടുത്തെ ജനങ്ങൾ, ഈ സ്വന്തം നാട്ടിലെ ജനങ്ങൾ വെളിപ്പാടകലെയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഏതായാലും അങ്ങനെ തന്നെയാണ്. ഇക്കുറിയും LDF-ന് പിടിച്ചെടുക്കാൻ കഴിയും. LDF തന്നെ ഇത്തവണ ഇവിടെ വിജയം നേടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് PK പ്രവീൺ ഉള്ളത്. അങ്ങനെയാണ് പ്രചാരണ പരിപാടികളും മുന്നോട്ട് പോകുന്നത്.